ആശുപത്രി പേപ്പറിലായിരുന്നു. പക്ഷെ അതിപ്പോ യാഥാർത്ഥ്യമാവാണ്, ആളുകൾക്ക് അത് സൗകര്യപ്രദമാവുകയാണ്. ഇപ്പൊ കെട്ടിടത്തിന് ഉൾപ്പെടെ സ്പോൺസർ ആണെങ്കിൽ പോലും അത് അപ്പൊ എങ്ങനെ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ സമർപ്പിക്കാൻ പ്രിൻസിപ്പലിനെയും സൂപ്പറിനെയും ചുമതലപ്പെടുത്തി. അത് കിട്ടിയതിന് ശേഷം ഫണ്ട് കണ്ടെത്തും. എത്ര സമയം അല്ല, ഈ കെട്ടിടമൊക്കെ പണിയണമെങ്കിൽ 2 കൊല്ലം നമുക്കറിയാം. ധാരാവതിന്റെ അടുത്ത് കണക്കാനല്ല, പണി തന്നെയാണ്. പല കെട്ടിടങ്ങളും ഇല്ലല്ല. ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സ് തന്നെ കണ്ടാലറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കോലത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം. അതുപോലെ 24 മണിക്കൂർ സേവനം ഉറപ്പാക്കാനുള്ള ഒരു നടപടി കൂടിയാണ്. അതുകൊണ്ട് ഇതിന് ശേഷമാണ്. അതിനു മുമ്പ് ഉണ്ടാവില്ല. ഇല്ല, അതിനു മുമ്പ് ചെയ്യാൻ ആരും വരില്ല. ഈ സമയങ്ങളിൽ അവിടെ നിങ്ങൾ കെട്ടിടത്തിന്റെ സ്ഥിതിയാണ് അത് പറയുമ്പോ ഒരു നടക്കുന്ന കാര്യം പറയാൻ. പിന്നെ ആലപ്പുഴയിൽ മുണ്ടിവിക്കത്ത് തുറന്ന ഒരു സ്കൂള്, ആലപ്പുഴത്തില് മുണ്ടിവിക്കത്ത് തുറന്ന ഒരു സ്കൂള് 21 ദിവസം അടച്ചിട്ട്. ആലപ്പുഴയില് മുണ്ടിവിക്കത്ത് തുടർന്ന് സ്കൂൾ അടച്ചിട്ടൊരു സാഹചര്യം ഉണ്ട്. അത് ചില സന്ദർഭം ഉണ്ടാവില്ല. ഷീല വന്നപ്പോൾ മറ്റേ സുൽത്താൻ ബത്തേരി താലൂക്കിന് അവധി കൊടുത്തിട്ടുണ്ട്. അത് വരുമ്പോ ഉണ്ടാവും തീർച്ചയായിട്ടും. അത് മുൻകാലം ഇതൊക്കെ റൊട്ടീനാണ് കാര്യങ്ങളാണ്, അല്ല ഇത്ര അത്ഭുതമൊന്നുമല്ല. മിനിസ്റ്ററുടെ അതുപോലെ മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് 2 പേര് രാജിവെച്ചിട്ടുണ്ട്. 2 പേര് പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ രാജി